കൊച്ചു നല്ല പടമാണ്, നല്ല സന്ദേശമൊക്കെ തരുന്നൊരു ചെറിയൊരു സിനിമ. ചെറിയ സിനിമ എന്ന് പറയാൻ പറ്റില്ല, വലിയ സിനിമ. പക്ഷേ കേരളത്തിലെ എല്ലാ പ്രേക്ഷകർക്കും നോട്ട് എവരി വൺസ് കപ്പ് ഓഫ് ടീ എന്ന് പറയാം. മലബാർ സൈഡിലോട്ടൊക്കെ ഉള്ള ഗ്രാമീണ അന്തരീക്ഷത്തിൽ എടുത്തിരിക്കുന്ന ഒരു പടമാണ്. പക്ഷേ ഇത് പൊതുവെ എനിക്ക് തോന്നുന്നു ഇത് OTT-യിലൊക്കെ ഹിറ്റാവാനാണ് സാധ്യത. നല്ല സിനിമ ആസ്വദിച്ചിരുന്ന് കാണാം, അത് ആസ്വാദകർക്ക്. അല്ലാതെ ഒരു ഫാമിലി പ്രേക്ഷകർക്ക് ചിലപ്പോൾ എല്ലാവർക്കും ദഹിക്കണമെന്നൊന്നുമില്ല, കാരണം എല്ലാവർക്കും അങ്ങ് ക്ലിക്കാവില്ല പടം. പക്ഷെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്, നല്ല സിനിമാറ്റോഗ്രാഫി, പുതിയൊരു പിക്ചറൈസേഷൻ, നല്ല അവതരണം. പിന്നെ ലൂക്ക്മാനും വിനയ് ഫോർട്ടിന് സണ്ണി വിനയൻ. പക്ഷേ ഇവരെക്കാളൊക്കെ എനിക്ക് ലൂക്ക്മാൻ്റെ അഭിനയം വളരെ സ്വാഭാവികമായിട്ട് വളരെ നാച്ചുറലായിട്ട് അഭിനയിച്ചായിട്ട് എനിക്ക് തോന്നുന്നു. പേഴ്സണൽ ഒപ്പീനിയൻ ഒരു ആവറേജ് നിലവാരമാണ് ഉള്ളത്. അല്ലാതെ അതിൻ്റെ തിരക്കഥ, സംഭാഷണം, എല്ലാ കാര്യങ്ങളും ഒരു ശരാശരി നിലവാരം പുലർത്തിയിട്ടുണ്ടെന്ന് പറയാം. എല്ലാവരുടെയും പെർഫോമൻസ് ഒക്കെ അത്യാവശ്യം ബെറ്ററാണ്. എനിക്ക് തോന്നുന്നു കുറച്ച് പുതുമുഖങ്ങൾക്കൊക്കെ നല്ല ഭാവി സാധ്യത ഉണ്ട് അതിനകത്ത്. അങ്ങനെ കാണുന്നുണ്ട്. അവരുടെ പെർഫോമൻസിൽ അവർ അത്യാവശ്യം നല്ല നിലവാരം പുലർത്തുന്നുണ്ട്. സിനിമ ഒരു കോമഡി ആ രീതിക്കാണോ പോകുന്നത്? കോമഡി ഉണ്ട്. ചില സ്ഥലങ്ങളിൽ ഒരു അമിതമായ ആവേശം കാണിച്ച് അത് ഡയറക്ഷൻ്റെ പിഴവെന്ന് പറയാൻ പറ്റില്ല. ഇതൊന്ന് പൊതുവേ ഉള്ളൊരു സംഭവമായിരിക്കണം. പിന്നെ പശ്ചാത്തലമൊക്കെ അത്യാവശ്യം മീനിങ് ഫുള്ളാണ്. ഒരു ഡിഫൈനബിൾ ആയിട്ടുള്ള ക്യാരക്ടർ ഉണ്ട്. മലബാറിൻ്റെ ഒരു പശ്ചാത്തലമാണ്. അല്ല, അത് കേരളത്തിലെ എല്ലാ ജില്ലകളിലുള്ള ആൾക്കാർക്കും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളതാണ്. അല്ല, തീർത്തും അങ്ങനെ ഒരു മലബാറിൻ്റെതായ തനത് ഭാഷാ ശൈലികളൊന്നും ഉപയോഗിച്ചതായിട്ടില്ല. എന്നാൽ ഒരു മുസ്ലിം പശ്ചാത്തലത്തിലുള്ള ഒരു ഇതാണ്. അതൊരു തനി നാടൻ രീതിയിൽ അതിനെ കൊണ്ടുപോയിട്ടുണ്ട്. പെർഫോമൻസ് ലെവല് എല്ലാവരും നല്ല നിലവാരമാണ് കാണിച്ചിട്ടുള്ളത്. അതിനകത്ത് വിനയ് ഫോർട്ട് പുള്ളിയുടേതായ ഒരു ശൈലി അതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. സണ്ണി വെയിൻ കുറച്ചുകൂടെ ഒരു ഡിഫറെൻ്റ് ക്യാരക്ടറാണ്. അദ്ദേഹം കൊള്ളാം. ലുക്മാൻ്റെ ഇത് അത്യാവശ്യം നല്ല രീതിയിലുള്ള പെർഫോമൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഭാവിയിലെ ഒരു നല്ല നായകനായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന തരത്തിലുള്ള അതെ ആ ഒരു പ്രായത്തിനേക്കാൾ മെച്യൂരിറ്റിയുള്ള അഭിനയം കാഴ്ചവെക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരു ബെസ്റ്റ് സെലിബ്രിറ്റി ആയിട്ട് നമുക്ക് കാണാൻ പറ്റും എന്ന് തോന്നുന്നു. ഒരു കഥയില്ല, നോക്കിക്കൊണ്ടിരിക്കാനും കൊള്ളില്ല. എടുത്തു പറയാനായിട്ടൊന്നുമില്ല സിനിമയിൽ? ഒന്നുമില്ല, എടുത്തു പറയാനായിട്ട് ഒന്നുമില്ല. ഒരു കഥയും ഇല്ല. കോമഡി എങ്ങനെയാണ്? ഒന്നുമില്ല, ഒരു കോമഡിയും ഇല്ല, ഒന്നുമില്ല, ഒരു പാട്ട് പോലും ഇല്ല. വെറും പൊളിപ്പടം.